ക്യാമ്പർ വാന്റെ ടൂർ കാണിച്ചു തരട്ടെ. കഴിഞ്ഞ വട്ടം പോയപ്പോ ഞാൻ കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞതല്ലേ. അപ്പൊ ഒട്ടും വൈകി കണ്ട നല്ലോണം മഴ തൂളുന്നുണ്ട്. നമുക്ക് വേഗം ഉള്ളിലോട്ട് പോവാം. അപ്പൊ ഈ ഒരു ഡോറിക്കോടെയാണ് നമ്മൾ കേറുന്നേ. അപ്പൊ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യാമ്പർ വാന്റെ ഉൾഭാഗം. ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ പോലെ ഉണ്ട്. ഇത് നമുക്കൊരു ബെഡ് പോലെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ രാത്രി കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാ ചെയ്യണേന്നുള്ളത് കേട്ടോ. പിന്നെ മുൻപിൽ 2 ചെയർ ഉണ്ട്. ഈ ചെയറും നമ്മൾക്ക് ഇങ്ങനെ തിരിക്കാനായിട്ട് പറ്റും. അതായത് ഞാൻ കാണിച്ചു തരാം. റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സംതിങ് ലൈക്ക് ബാക്കിലേക്ക്. ഓക്കെ. തലിടിച്ചു 1 മിനിറ്റ്. അപ്പൊ ദാ ഈ 2 ചെയർ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഡൈനിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം. പിൻഭാഗം നമുക്കൊരു വലിയ ഡൈനിങ് ഏരിയ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇതാണ് ഫുൾ ഇലക്ട്രിക് ആണ് കേട്ടോ ഈ വണ്ടി. കഴിഞ്ഞ വട്ടം പോയപ്പോൾ നമ്മൾ കുറെ മാനുവൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നമുക്ക് പണിയെടുക്കണം ശരിക്കും പറഞ്ഞാൽ ക്യാമ്പർ വാനിന് പോവാനായിട്ട്. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ക്യാമ്പർ വാൻ ട്രിപ്പ് ഇഷ്ടപ്പെടുക എന്നുള്ളത്. പക്ഷെ ഈ വട്ടം ഫുള്ളും ഇലക്ട്രിക് ആണ്. ഇവിടെ നമുക്ക് ഓൺ ചെയ്ത് ലൈറ്റുകൾ ഓൺ ആക്കണമെങ്കിൽ ഇത് ചെയ്യുക. അതേപോലെ വെള്ളം വരണമെങ്കിൽ ഇത്. പിന്നെ നമുക്ക് ഹീറ്റിംഗ് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത്. പിന്നെ നമ്മുടെ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ നല്ല വാട്ടർ എന്തോരം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കണ്ട ഇങ്ങനെ നെക്കിക്കഴിഞ്ഞാൽ R1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് വാട്ടർ ആണ്. S1 എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ നല്ല വാട്ടർ. അപ്പൊ അങ്ങനത്തെ കുറെ സിസ്റ്റം ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ലൈറ്റിന്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെയും കുറെ ലൈറ്റിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഡിഷ് വാഷിംഗ് ഏരിയ. പിന്നെ ഇവിടെ ഒരു നമ്മുടെ സ്റ്റൗവിന്റെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ആള് തന്നിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഇങ്ങനെ നമുക്കിത് ഫുൾ പ്രൈവസി ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള വിൻഷീൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വരാതിരിക്കാനായിട്ടുള്ള ഷീൽഡ് ഉണ്ട്, നെറ്റ് ഉണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ കുക്ക് ചെയ്യണ സമയത്തൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ തുറക്കുന്നില്ല, കാരണം പുറത്ത് നല്ല മഴയാണ്. ഓക്കെ. പിന്നെ ഇവിടേക്ക് വരുമ്പോഴും ഓക്കെ, ഇതിൻ്റെ ഉള്ളിലും കുറെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെതാ ഇതൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. കട്ട്ലറീസ് സംഭവങ്ങള് ഇത് മുഴുവൻ സ്റ്റോറേജ് തന്നെയാണ് വരണേ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ഫ്രിഡ്ജ് തന്നെയാണ്. കഴിഞ്ഞ വട്ടം പോയപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഫ്രിഡ്ജായിരുന്നു എന്നുള്ളതായിരുന്നു. കണ്ടോ, ഇതിലിപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ്, ഫ്രീസറ് കണ്ടോ, നമ്മൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ചിക്കൻ, ബീഫ്, മട്ടൺ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് TV ആണ്. TV നമുക്ക് ആള് കാണിച്ചു തന്നു എങ്ങനെ വെക്കണ്ടേ എന്നൊക്കെ ഉള്ളത്. ഇവിടെ ഇങ്ങനെ വെക്കണ്ടേ. ഡിഷൊക്കെ മുകളിലുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്തായാലും നമുക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളത് കാണാൻ വേണ്ടി പോകുന്നതല്ല. പിന്നെ നമുക്ക് ആകെ 2-3 ദിവസം ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ആളോട് പറഞ്ഞു നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ ആളത് അവിടെ സെറ്റ് ചെയ്ത് തന്നു. ഇനി അതിന്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓക്കെ കണ്ടോ, നല്ല കാറ്റ് നല്ല മഴയും ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതും അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസെക്ട്സ് ഒന്നും കയറാതിരിക്കും. പിന്നെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് പ്രൈവസി കിട്ടും. ഇനി വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമാണ് ഗൈസ്. വലിയ ബാത്റൂമാണ് ഗൈസ്. വലിയ ബാത്റൂം എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഷവർ ഏരിയ നമുക്ക് ഞാൻ എടുക്കാം. അത് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് എടുക്കാൻ പറ്റും, കാരണം അവൻ പുറത്താണ് നിൽക്കുന്നത്. ഷവർ ഏരിയ ഉണ്ട്. പിന്നെ ഈ ലാഡറുകൾ കാര്യങ്ങൾ, അതായത് ഈ കോണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ മുകളിലെ ബെഡ്, നമ്മുടെ ബെഡ് മുകളിലാണ് വരണേ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാഡറും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കൊട്ടയിൽ മുഴുവൻ നമ്മുടെ നമ്മുടെ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ ഉണ്ട്. ഇവിടെയും സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജുകളുടെ ഒരു കളിയാണ് കേസ് ഇവിടെ. ഇനി അതിൽ പറയാനുള്ളതുണ്ടെങ്കിൽ ഹെയർ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പ്ലഗ് വരെ ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ തുണിയും സാധനങ്ങളൊക്കെ ഇവിടെ ഇടാനായിട്ടുള്ള ഒരു ചെറിയ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹോട്ടൽ പോലെ തന്നെയാണ് നമ്മളിത് എടുക്കുമ്പോൾ
അതില് ടോയ്ലറ്റ് പേപ്പർ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്ലോസറ്റ് വരുന്നത്. അപ്പൊ ഇത്ര സാധനങ്ങളാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ നമുക്ക് ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട്. മുത്തുണ്ണിമായോ നമുക്ക് രണ്ടാൾക്ക് നിൽക്കാം. അപ്പൊ ഇതൊരു വലിയ മിറർ ഉണ്ട്. പിന്നെ എഗെയിൻ സ്റ്റോറേജ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബെഡൊക്കെ ആക്കുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയും സ്റ്റോറേജ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെയുണ്ട്. അത് ഡിഷിന്റെ ഒക്കെയാണ്. പിന്നെ സ്റ്റോറേജ്. യെസ്, അതിനുള്ളിൽ മുഴുവൻ ഞങ്ങൾ കോട്ടുകളും തലോണകളും കുത്തിക്കെട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇതൊക്കെ ഈ ടേബിളൊക്കെ നമ്മൾക്ക് ഇവിടെ ഒരു ഇതുണ്ട്, പ്ലഗ് ഉണ്ട്. അങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ നല്ല 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 ബലവും ശക്തിയും വേണം നമുക്ക്. കണ്ടോ? അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് ആ ഒരു നമ്മൾ കണ്ടില്ലേ ബെഡായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബെഡ് എങ്ങനെയാ ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക് ആണിത്. കണ്ടോ? നമുക്ക് ജസ്റ്റ് ഒരു സ്വിച്ച് മാത്രമാണുള്ളൂ. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു ടീമിന് കിടക്കാം, അടിയിൽ വേണമെങ്കിൽ ഒരു ടീമിന് കിടക്കാം. ഇനി ഇവിടെ അതേപോലെ തന്നെ ബെഡ് തന്നെയാണ്, മുകളിലേക്ക് ആക്കാം. അപ്പൊ ഒരുവിധം നമുക്ക് 5 പേർക്ക് കിടക്കാൻ പറ്റുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതിന്മേ തന്നെ ഉണ്ട്. ഇനി ബെഡാണ്. അപ്പൊ ഈ മുകളിലുള്ളവർക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരണ്ട എന്ന് വിചാരിച്ചതാ അവിടെയും വെന്റിലേഷൻ ഉണ്ട്. പിന്നെ ചെറിയൊരു വിൻഡോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതുണ്ട്, എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. കുക്കിങ്ങിന്റെ ഇതൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, പോവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അത്യാവശ്യം വേണ്ട ശരിക്കും പറഞ്ഞൊരു വീട് തന്നെയായിട്ടാണ് നമ്മൾ ഈ വട്ടം പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ വട്ടത്തെ ക്യാമ്പർ വാൻ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എല്ലാവരും പറയണം. കാരണം കഴിഞ്ഞ വട്ടത്തെ ഭയങ്കര കുടിസായിരുന്നല്ലോ. അപ്പൊ ഈ വട്ടം നമുക്ക് കുറച്ചും കൂടി വലിപ്പമുള്ളത് നോക്കി എടുത്തതാണ് നമ്മള്. അപ്പൊ ഇനി നമുക്ക് ആ വീട്ടുകാരെ വിളിച്ച് കയറ്റാം. അപ്പൊ അവള് ഞന്റെ ക്യാമ്പർ വാന്റെ ടൂർ കഴിയണ വരെ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അവരും കൂടി കയറ്റിയിട്ട് നമ്മുടെ ട്രിപ്പ് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം.